നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് വിഭ്രാന്തി എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. പതിവ് പോലെ ബാലുച്ചേട്ടൻ ചായ കുടിയും കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. ഗീത അടുക്കളയിൽ രാത്രിക്കുള്ള ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും തയ്യാറാക്കി അടുക്കളയിലെ ഒതുക്കലും കഴിഞ്ഞ് മേല് കഴുകി വന്നു. പതിവ് പോലെ വിളക്ക് കത്തിച്ചു. ഹാളിലെ സെറ്റിയിൽ വന്നിരുന്ന് TV ഓൺ ചെയ്തു. നാട്ടിൻപുറമല്ലേ, ബാലുചേട്ടനും കൂട്ടുകാരും കൂടി ദിവസവും വൈകുന്നേരം ഒത്തുകൂടാറുണ്ട്. കലുങ്കിലിരുന്ന് അവർ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. ആകാശത്തിന് കീഴെയുള്ള എല്ലാം അവർക്ക് വിഷയങ്ങളാണ്. രാഷ്ട്രീയം ഉൾപ്പെടെ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒട്ടുമിക്ക വിശേഷങ്ങളും തന്നോട് പറഞ്ഞു തീർക്കും. അടുത്ത ദിവസം വീണ്ടും വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ. റിട്ടയർ ചെയ്തതിന് ശേഷം ഇത് പതിവാണ്. ബാലുചേട്ടൻ തിരിച്ചെത്താറുള്ള പതിവ് സമയം കഴിഞ്ഞു. ചിലപ്പോൾ സംസാരിക്കാൻ കൂടുതലുള്ളപ്പോൾ ഇതുപോലെ താമസിക്കാറുണ്ട്. വീണ്ടും സമയം നീങ്ങിക്കൊണ്ടിരുന്നു. രാത്രി 7:30 ആകാറായി. ഇതെന്ത് വർത്തമാനം പറച്ചിലാണ്. ഉണ്ടാക്കി വെച്ച ഭക്ഷണം തണുത്ത് കാണും. സാധാരണ ഈ സമയമാകുമ്പോൾ കുളി കഴിഞ്ഞ് ഊണുമേശയ്ക്ക് മുന്നിൽ ഇരിക്കാറുള്ളതാണ്. ഗീത പിറുപിറുത്തു. ക്ഷമ കേട്ട് വടക്കേലെ രവിച്ചേട്ടനെ ഫോണിൽ വിളിച്ചു. എന്തേ, ഇന്ന് സഭ പിരിഞ്ഞപ്പോൾ വൈകിയോ? ഇതുവരെ ബാലുചേട്ടൻ എത്തിയില്ലല്ലോ. അയ്യോ ഗീത, ഇന്ന് ബാലു ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞതുമില്ലല്ലോ. എന്തു പറ്റിയെന്ന് ഞങ്ങളെല്ലാവരും തമ്മിൽ പറഞ്ഞതുമാണ്. ഇത് കേട്ടതും തൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. രവിച്ചേട്ട ഇവിടുന്ന് പതിവ് സമയത്ത് ഇറങ്ങിയതാണല്ലോ. പതിവ് പോലെ കൈലി ഉടുത്താണ് പോയത്. മറ്റെവിടെയെങ്കിലുമാണ് പോകുന്നതെങ്കിൽ പാൻറ്റും ഷർട്ടും ഇടുമായിരുന്നു. ഇതും പറഞ്ഞ് ഞാൻ വിതുമ്പി. വിഷമിക്കാതെ ഗീത, ഞാൻ ഉടനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രവിച്ചേട്ടൻ ഫോൺ താഴെ വെച്ചു. പിന്നെ നടന്ന രംഗങ്ങളൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ദൂരെ ബോംബെയിലുള്ള മകളെ വിളിച്ചാൽ അവൾ വെപ്രാളപ്പെടും. കൂടാതെ അവളുടെ കുഞ്ഞിന് സുഖമില്ലാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ആരെ വിളിക്കാനാണെന്നറിയാതെ ഒരു നിമിഷം എൻ്റെ തല പുകഞ്ഞു. അപ്പോഴേക്കും രവിച്ചേട്ടൻ്റെ ചേച്ചി ഓടിയെത്തി. പിന്നെ നോക്കിയപ്പോൾ വീട് നിറയെ ആളുകൾ. എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് എനിക്ക് ദേഹാസ്വാസ്ഥ്യം പോലെ വന്നു. എല്ലാവരും കൂടി പിടിച്ചെന്നെ കട്ടിലിൽ കിടത്തി. ആരോ ഡോക്ടറെ കൊണ്ടുവന്നു. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഒരു ടാബ്ലറ്റ് വായിലിട്ടു. ബാലുചേട്ടനെ കണ്ടോ എന്ന് ഞാൻ സ്ഥിരം ചോദിച്ചുകൊണ്ടേയിരുന്നു. സമയം എത്രയായി എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചുറ്റുമുള്ളവർ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം. ഞാൻ പിന്നെ കണ്ണു തുറന്നപ്പോൾ മരുമകൻ വീട്ടിലുണ്ട്. പിന്നീടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അന്ന് ബാലുചേട്ടൻ റോഡ് പക്കത്തുള്ള കലുങ്കിനടുത്ത് എത്തിയപ്പോൾ അവിടെ ആരും എത്തിയിരുന്നില്ല. പെട്ടെന്ന് ബാലുചേട്ടൻ്റെ മുന്നിൽ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കൊണ്ട് നിർത്തി. ഗുരുവായൂർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബസ്സിൽ തിരക്കുണ്ടായിരുന്നു. ബാലുചേട്ടൻ യാന്ത്രികമായി അതിനകത്തേക്ക് കയറി. ബസ് ചീറിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് എന്ന് പറഞ്ഞു വന്നപ്പോൾ ആൾ പതുക്കെ പരുങ്ങി. കയ്യിലൊന്നുമില്ല. കൈലി ഉടുത്ത് കയ്യും വീശി ഇറങ്ങിയതല്ലേ. കണ്ടക്ടറെ കാണാതെ പാത്തും പതുങ്ങിയും അവസാന സീറ്റിൻ്റെ അറ്റത്ത് ഇരിപ്പുറപ്പിച്ചു. വണ്ടി ചീറിപ്പായുന്നതിനോടൊപ്പം സമയവും പാഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രി വണ്ടി ഗുരുവായൂർ സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും അദ്ദേഹം മൂലക്കിരുന്ന് ഉറങ്ങിപ്പോയി. കണ്ടക്ടർ ബസ് പൂട്ടി ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. അമ്മാവ ഇറങ്ങൂ, ബസ് ഷട്ടർ ഇടട്ടെ എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴേക്ക് സത്യത്തിൽ ബാലുചേട്ടൻ്റെ സ്വബോധം തന്നെ പോയി കഴിഞ്ഞിരുന്നു. താൻ ആരാണെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഒന്നും അറിയാത്ത അവസ്ഥ. ഒടുവിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു മൂലയ്ക്ക് കൂനിക്കൂടിയിരുന്നു. രവിച്ചേട്ടനും കൂട്ടുകാരും പോലീസിൽ പരാതി കൊടുത്തു. തീവ്ര അന്വേഷണം നടത്തി. ഉന്നതരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുകയും മറ്റും ചെയ്തതുകൊണ്ടാണ് നേരം വെളുക്കാറായപ്പോഴേക്ക് പോലീസ് ബാലുചേട്ടനെ കണ്ടെത്തിയത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ കൊണ്ടുവന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആരും തന്നെ ബാലുചേട്ടനോട് നടന്നതൊന്നും ചോദിച്ചില്ല. ആ ദിവസങ്ങളും സമയങ്ങളും ഒന്നും ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല.
മാസങ്ങൾക്ക് ശേഷം ബാലിച്ചേട്ടൻ വീണ്ടും പഴയതുപോലെ കലുങ്ക് ചർച്ചയ്ക്ക് പോകാൻ ഇറങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.